ഫഡ് ഷോപ്പ് ഇതായി ഇരിക്കുന്ന സാധനങ്ങളാണ് വാൾനട്ട് ഫഡ്ജ്. പെൺകുട്ടി സുന്ദരം മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മൂന്നിലെ 2 നിങ്ങൾക്കും 1 എൻ്റെ വീട്ടിലും കൊടുത്തു വിടാനാണ്. എനിക്ക് അറിയുന്നവരാണ് കൂടുതൽ വന്നതെങ്കിൽ 90% എനിക്ക് അറിയുന്നവരാണ്. സോ മറ്റുള്ളവർക്കൊന്നും തോന്നരുത്. ഹായ് ഓൾ, ട്രാവൽ എഞ്ചിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശ്മീർ എത്തിയ സമയത്ത് ഞാനൊരു റീൽ ഇട്ടിരുന്നു. ഞാൻ ശ്രീനഗർ എത്തുമ്പോൾ വാൾനട്ട് ഫഡ്ജ് ട്രൈ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്കും അത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 40-ന് മേലെ കമൻറ്റ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് അല്ല, ഓക്കെ ഇറ്റ്സ് ഓക്കെ, 40-ന് മേലെ കമൻറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ മൂൺലൈറ്റ് അല്ലെങ്കിൽ വാൾനട്ട് ഫഡ്ജ് ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങി സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് അയക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. നമ്മൾ ഷോപ്പിൽ പോകുന്നതും അവിടുന്ന് സാധനം വാങ്ങുന്നതും കൊറിയർ ചെയ്യുന്നതും വരെ നമുക്ക് ഇന്ന് കാണിച്ചു തരാൻ പറ്റും. എന്നാൽ വീഡിയോയ്ക്ക് കടന്നല്ലോ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. കാശ്മീരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാശ്മീരി ഫഡ്ജ് ഷോപ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ മൂൺലൈറ്റ് വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം നല്ല ദൂരത്താണ് നമ്മുടെ സ്റ്റേയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പിലാണ്. ഇനി ഇതിനുള്ളിൽ പോയി നോക്കാം ഇവരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇതാണ് ഓണർ. ഓണറെ ഹായ് സർ. ഞാൻ ഇർഷാദ് ജമ്മു കാശ്മീർ നിന്നു വരുന്നു ഇല്ല വരത്തന്ന സ്വാഗതം. മലയാളമേ Little bit I know. One more time. ഞാൻ ഇർഷാദ് ജമ്മു കാശ്മീർ നിന്നു വരുന്നു ഇല്ല വരത്തന്ന സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. Nice. I didn't think you know Malayalam. Little bit I know Malayalam. Little bit. Okay. I visited Kerala in 2013. 2013 Thrissur. Thrissur, Malaittur. I am from Thrissur. You are from അത് കൊള്ളാല്ലേ. This is 1 second. And here ഒരു ബയോഡി ഉണ്ട്. അപ്പനാ ഭയ. This is I am Adil. Okay. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ. അപ്പനാ. मेरा नाम मोहम्मद हारिस. ആൻഡ് നമ്മളിതാ ഫഡ്ജ് ഷോപ്പിന്റെ ഉള്ളിലാണ്. ഞാൻ ബാക്കി ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഫഡ് ഷോപ്പ്. ഇതായി ഇരിക്കുന്ന സാധനങ്ങളാണ് വാൾനട്ട് ഫഡ്ജ്. ഞാൻ കൊല്ലങ്ങളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സാധനം, അതായത് നിറച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ വാൾനട്ട് ഫഡ്ജ് തന്നെ പറയാ? Okay. This is fudge, sir. It's walnut fudge. It contains walnuts. It contains raisins. Okay. It contains raisins. It contains walnut. It contains saffron. So total walnut, Four varieties. Saffron, And the base of the is wheat flour. So exactly. 5 products. Yes. 5 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് ഈ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ആൻഡ് ക്യാൻ വി ടെസ്റ്റ് സംതിങ്? സ്മോൾ പീസ്. Yes. You can taste it. No, small piece. It's okay. നമുക്കതൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ്. കണ്ടോ, ഇതാണ് ആ സാധനം. ആ ലെയേഴ്സ് കണ്ടോ, അതായത് ഏറ്റവും ബേസ് വീറ്റ് ഫ്ലോർ, അതിന്റെ മുകളിലേക്കാണ് ബാക്കി സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുള്ളത്. പൊടി സാധനം. How is the taste, sir? സൂപ്പർ. കാരണം അതിന്റെ അത്രയും മധുരമുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. What are the boxes you have? This is 3 piece. This is 4 piece, and this is 6 piece. This is 6 piece, and this is 5 piece, and this is half kg. Half kg. Yes, exactly. And this half kg. 2, 3, 4, 5, 6. 6. And this I will show you the one. This is 1 kg. 1 kg. This is 1 kg. Oh, in the മറ്റേ കാശ്മീരിന്റെ Exactly. envelope ആയിട്ട് ചെയ്തിട്ടുള്ള. Nice one. Okay. 3 pieces 200. 4 pieces 265. 6 pieces 400, and 5 pieces 330. And for half kg is 550. So 1 kg. 1 kg 1100. Exactly. ഓക്കെ, അപ്പൊ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മിനിമം 2 പേർക്ക് എന്തായാലും കൊടുക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതാണ്, നമ്മൾ ടേസ്റ്റിംഗ് സെഷൻ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. 1 kg എല്ലാവർക്കും കൊടുക്കാനുള്ള ത്രാണി എൻ്റെ ഇല്ല. അതുകൊണ്ട് തന്നെ 200 ഗ്രാമിന്റെ 2 ബോക്സ് ഞാൻ എല്ലാവർക്കും 2 പേർക്ക് സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചേട്ടൻ 3 നമുക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടു, ഇതുപോലത്തെ 3 പീസിന്റെ വരുന്ന 200 ഗ്രാം എന്ന് പറയുമ്പോൾ. ആൻഡ് അത് ആരാണ് ആ ഭാഗ്യശാലി എന്ന് ഒരു 2 മിനിറ്റിൽ മനസ്സിലാവും. നമുക്ക് ഒരു മറ്റേ ഇൻസ്റ്റാഗ്രാം പിക്കറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് കമന്റ് ചെയ്ത ആൾക്കാരെ പിക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ? എന്താ ഈ ബയ്യൊക്കെയാണ് ഇവിടെ മലയാളം. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ മലയാളത്തിലാണ് സംസാരിച്ചത്. ഞാൻ ഇദ്ദേഹത്തിന്റെ മലയാളം നമുക്ക് കേൾക്കാം. മലയാളം ചെയ്യുന്നു.
എന്താ അറിയാ in Malayalam, it's a Vellam. വെള്ളം നമ്മുടെ വെള്ളം Enkudi Sundaram. Penkudi Sundaram. Enkudi Sundaram. Perende. പേരെന്താ? Bhakshanam Kaicho. ഭക്ഷണം കഴിച്ചോ? Parota. പൊറോട്ട. നാഷണൽ ഫുഡ് ഓഫ് കേരള. National food of Kerala. നെക്സ്റ്റ് Mindarude. Mindarude. Iriku. ഇരിക്കൂ. ഓക്കെ. വണ്ടി irthi. വണ്ടി എത്തി. ഇത്ര ആപ് കൈസാ I visited Kerala in 2013 through national and NCC camp. So how many days you have stayed there? I have spent on 7 days. 7 days. Exactly. 7 ദിവസം കൊണ്ട് ഇത്രയും മലയാളം വേർഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നൈസ് ആണ് കേട്ടോ അത്. Namaskaram. एक और वर्ड സബ്സ്ക്രൈബ് ചെയ്യുക. Subscribe you guy. സബ്സ്ക്രൈബ് ചെയ്യുക. സോ പറഞ്ഞ പോലെ തന്നെ ഇതാ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെ 1 2 3 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 3-ലെ 2 നിങ്ങൾക്കും 1 എൻ്റെ വീട്ടിലും കൊടുത്തു വിടാനാ. ഇനി ഇത് ആരാണ് ഇതിൻ്റെ ഭാഗ്യശാലി എന്ന് നമുക്കൊരു ഇൻസ്റ്റയിലത്തെ കമൻറ്റ് വെച്ചിട്ട് ഒരു കമൻറ്റ് പിക്കർ എന്തെങ്കിലും വെച്ച് നമുക്ക് നോക്കി നോക്കാം. കണ്ടോ 3 എങ്ങനെയുണ്ട്. ഇനി ഇത് ഞാൻ എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇവിടെ വന്ന് ഈ വാൾനട്ട് ഫഡ്ജ് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും തന്നൂടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് ചെയ്തതാണ്. ചില ആഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് നമ്മൾ നോക്കാറില്ല, എന്തോ എനിക്ക് തോന്നി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പണിവാളി നമ്മൾ അതിൽ ഔട്ട്ഡോറിന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് സെലക്ട് ചെയ്യണം എൻ്റെ. പക്ഷേ ഇവിടെ മഴ, ഗംഭീര മഴ ശ്രീനഗറിൽ. എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയോട്ടെ. മഴ കാരണം ഒരുമാതിരി ചീഞ്ഞ ദിവസമായേക്കാം ഇന്നത്തെ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഔട്ട്ഡോറിൽ ഒന്നും നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ 2 കാര്യം. ഒന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. നമ്മൾ ചില സാധനങ്ങൾ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതെന്നുള്ളൂ, പെർഫെക്റ്റ് ആവണമെന്നില്ല. പിന്നെ വന്നിട്ടുള്ളൊരു 10-45 അടുത്ത് കമൻറ്റാണ്. അതിൽ മിക്കവരും എനിക്ക് അറിയുന്നവരാണ്. സോ എനിക്ക് അറിയുന്ന ആൾക്കാർക്കാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ വേറെ ആർക്കൊക്കെ ഒന്നും തോന്നില്ല. പിന്നെ നമുക്ക് 10-45 കമൻറ്റാണ് വന്നിട്ടുള്ളത്. അതിൽ പകുതിനും മേൽ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. 90% നമുക്ക് അറിയുന്ന ആൾക്കാരെ കമൻറ്റ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷഭേദമില്ലാതെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇൻസ്റ്റാ കമൻറ്റ് പിക്കർ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കാം അല്ലേ, ചെയ്ത് നോക്കാം. സോ മഴ മാറിയിട്ടുണ്ട്. നമുക്കെന്നാൽ എന്താ ടാബിൽ നമുക്ക് പിക്ക് ചെയ്യാൻ നോക്കാം. ഏതെങ്കിലും ഒരു ക്രോമിൽ കയറിയിട്ട് കമൻറ്റ് പിക്കർ വെച്ച് നോക്കി നോക്കാം. ഫസ്റ്റ് ടൈം ആണ്. ഇൻ കേസ് എനിക്ക് അറിയുന്നവരാണ് കൂടുതൽ വന്നതെങ്കിൽ 90% എനിക്ക് അറിയുന്നവരാണ്. സോ മറ്റുള്ളവർക്കൊന്നും തോന്നരുത്. സോ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. 3 2 1 ഓക്കെ. ഇതെടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒരു കമൻറ്റ് പിക്കർ. ഈ 3-മത്തെയാണ് എനിക്ക് മുന്നേ ഒരു വട്ടം ശരിയായിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ പോസ്റ്റ് ഉള്ളത്. അതൊരു ഭക്ഷണ സാധനമാണെങ്കിലോ എന്താണെന്നല്ലേ. ഈ സാധനമായിരുന്നു എൻ്റെ പോസ്റ്റ്. അത് നമ്മൾ സെൻഡ് കൊടുക്കുന്നു, കോപ്പി ലിങ്ക് കൊടുക്കുന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്രോം വരുന്നു. ഇവിടെ പേസ്റ്റ് കൊടുക്കുന്നു, സ്റ്റാർട്ട് കൊടുക്കുന്നു. ട്രാവൽ എഞ്ചിൻ 49 കമൻറ്റ്, എസ്റ്റിമേറ്റഡ് 2 minutes, ലോഡ് കമൻറ്റ്. ഓക്കെ, ലോഡ് കമൻറ്റ് കൊടുക്കുന്നു. വെരിഫൈ ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റിൻ്റെ അടുത്ത് സമയം എടുക്കും. ഓക്കെ, നമ്മുടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ടൈറ്റിലുണ്ട്, ഗീവ് അവേ ഉണ്ട്. താഴത്ത് ഇതാ ഇത്രയും കമൻറ്റാണ്, 49 കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിലെല്ലാവരും എനിക്ക് അറിയുന്നവരാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഗീവ് അവേ ഫഡ്ജോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു നോക്കാം, ചുമ്മാ ഒരു പേരിന്. വിന്നേഴ്സ് എനിക്ക് 3 പേര് വേണം. അതായത് 2 പേർക്ക് കൊടുക്കാനുള്ളൂ. പക്ഷേ ഈ 2 പേരിൽ ആർക്കെങ്കിലും കിട്ടിയില്ല, കോൾ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ അയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ 3-മത്തെ ആളെ സെലക്ട് ചെയ്യുള്ളൂ. സോ 3 പേര് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടോ, 2 വിന്നറും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് നോക്കാം അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് അതൊക്കെ പോട്ടെ. കൺഫേം. ഇതിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. സ്റ്റാർട്ട്. 8 7 6 5 4 3 2 1. കമോൺ. അൺഅസൈലബിൾ കാക്ടസ്.
സത്യമായിട്ടും ഫസ്റ്റത്തെ ആരാന്ന് എനിക്കറിയില്ല. 2 ബ്ലാക്ക് ടോർണോഡോ നമ്മുടെ അനിയത്തി. സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ടുള്ളത് ശ്രീതുവാസൻ. അടിപൊളി. അപ്പോൾ 3 പേരാണ് വന്നിട്ടുള്ളത്. അതിലത്തെ ഫസ്റ്റത്തെ ആരാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ശ്രീതു അറിയാം, ബ്ലാക്ക് ടോർണോ 2 പേര് എനിക്ക് അറിയുന്നവരാണ്. നോക്കിയോട്ടെ, ഫസ്റ്റ് 2 പേർക്ക് അയക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആദ്യം ഒരാൾക്ക് പറ്റില്ലെങ്കിൽ മാത്രമേ ശ്രീതുവിന് ചാൻസ് ഉള്ളൂ. ലെറ്റ് മീ സി. ആൻഡ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഇതിൽ കണ്ടുവരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി 2 പേരെയും കോൺടാക്ട് ചെയ്തോട്ടെ, അത് നമുക്ക് പിക്ക് ചെയ്യാം. ഞാനത് 3 പാക്കറ്റും പാക്ക് ചെയ്ത് പുറത്തുനിന്ന്, എന്നിട്ടിപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ നിൽക്കാതെ. നമ്മൾ ശ്രീനാഥത്തെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ളേ. ദേ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. സാധനം സ്പീഡ് പോസ്റ്റ് ആയിട്ട് കൊറിയർ ചെയ്തിട്ടുണ്ട്. എത്തിയവർ എന്തായാലും പറയാം, 2 പേർക്ക് അയച്ചിട്ടുള്ളത്. എത്തിയവർ ഒന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഏകദേശം ഒന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും ചലഞ്ചുകളോ സാധനങ്ങളോ വേണമെങ്കിൽ, ഗീവ് അവേ കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. ഞാൻ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ലിങ്കിൽ ബയോയിലിടാം. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.